ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു വീഡിയോ ആട്ടോ. അതായത് ഞങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പറയണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, ഓ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അതൊക്കെ എന്തിനാണ് പറയുന്നത്, അതുകൊണ്ട് വിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് വിട്ടിരുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ പോയ ഈ ഒരു ദിവസത്തിൽ ഉണ്ടായ കാര്യങ്ങൾ വെച്ച് വളരെ മോശമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം വെച്ചാൽ നമ്മൾ ചാവി കൊടുക്കാൻ പോയൊരു സമയത്ത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് അറിയിക്കണം എന്നെനിക്ക് തോന്നി. നമ്മളെപ്പോലെ വീട് റെൻറ്റിന് നോക്കുകയും വീട് റെൻ്റ് എടുത്ത് താമസിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അത് ചിലപ്പോൾ ഒരു ഉപകാരം ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി പോകുന്ന വീട്ടിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ നിങ്ങൾ ചെയ്ത് വെക്കണം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മളിതാ അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഓണറിൻ്റെ അനിയനാട്ടോ ആ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിയായിട്ടാണ് നമുക്ക് ഇതുകൊണ്ട് കോണ്ടാക്ട്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആൾ തന്നെ ആയിരുന്നു വരെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്ന് സന്തോഷത്തോടെ ചാവിയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞിരുന്നപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് വിഷമം വന്നിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അതിൽ നിന്ന് നെഗറ്റീവ് കണ്ടുപിടിച്ചുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പതിയെ പറയാം. ഇപ്പം ഞങ്ങൾ നല്ല സംസാരത്തിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് സംസാരിക്കേണ്ടതായിട്ട് വന്നു ആ ഒരു സമയത്തൊക്കെ തന്നെ. പിന്നെ നമ്മൾ ഈ വീട്ടിൽ വന്ന് കയറിയ സമയത്ത് കിടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ആദ്യം തൊട്ടുള്ള വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. വളരെ മോശമായിട്ടായിരുന്നു കിടന്നിരുന്നത്. അതായത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്ത് ഫുൾ പെയിൻ്റ് അടിച്ചത്, പുറത്തല്ല, അകത്തൊക്കെ പെയിൻ്റ് അടിച്ചതിൻ്റെ പെയിൻ്റെല്ലാം അവിടെയൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ക്ലീനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ ബാത്റൂമൊക്കെ ആയാലും ഭയങ്കര മോശമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. 2-3 മാസം കൊണ്ടായിട്ടുണ്ടായിരുന്നു തോന്നുന്നു അവിടുന്ന് ആൾക്കാർ ഇറങ്ങിയിട്ട്. അതേപോലെ കംപ്ലൈൻറ്റ് ഒരുപാട് ഉണ്ടായിരുന്നു. ഡോറൊന്നും അടയത്തില്ലായിരുന്നു, ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളിതൊക്കെ അറിയുന്നത്. അതേപോലെ സിങ്കിൻ്റെ അവിടെ ഭയങ്കര ലീക്കേജ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുമായിരുന്നു താഴൊക്കെ. അത് ഒലിച്ചിങ്ങനെ ഇറങ്ങുമായിരുന്നു. അതേപോലെ ആ ഒരു എന്താ പറയുക, ജനലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പം വെള്ളം ഒലിച്ച് ഇറങ്ങി 2-3 വട്ടം ഞാൻ തെറ്റി വീഴാൻ പോയിട്ടുണ്ട്. ആ സ്ഥാനത്ത് കുഞ്ഞനായിരുന്നെങ്കിൽ ശരിക്കും പിന്നെ നോക്കേ വേണ്ട, പിന്നെയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആയേണ്ട വന്നാനെ. ആ ഒരു കണ്ടീഷനായിരുന്നു ഞങ്ങളവിടെ വന്ന സമയത്തും. ഇപ്പോഴും ആൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അതേപോലെ മോട്ടർ കംപ്ലയിൻറ്റ് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ മോട്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇതുകൊണ്ട് മോട്ടർ കംപ്ലയിൻ്റ് ആണ്, ഇതുകൊണ്ട് എയർ പ്രശ്നം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അതിനോട് നമ്മൾ ആദ്യം നമുക്ക് അറിയത്തില്ലായിരുന്നു എന്തോ സംഭവം എന്നൊക്കെ. പിന്നീടാണ് മനസ്സിലായി എല്ലാ സമയത്തും വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും. നമ്മൾ മിക്ക ദിവസങ്ങളിൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും, എയർ കയറിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. പിന്നെ ഞാൻ ഈ വയ്യാതെ എനിക്ക് അവിടെ നിന്ന സമയത്ത് തന്നെ ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിയിലുണ്ടായിരുന്നു. ഡിസ്കിനൊക്കെ പ്രശ്നമായിട്ട് അങ്ങനെ. പിന്നെ എനിക്ക് ഈ സ്റ്റെപ്പും കയറിക്കൂടാ. എന്നിട്ട് പോലും എല്ലാ ദിവസവും മോട്ടർ ഇടുമ്പോൾ സ്റ്റെപ്പ് കയറിപ്പോയി മുകളിൽ പോയി ആ വെള്ളം വീഴുന്നുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കാറുണ്ടായിരുന്നു. എന്നിട്ടൊക്കെ ആയിരുന്നു ഇറങ്ങി വന്നത്. കാരണം നമുക്ക് അറിയത്തില്ല വെള്ളം കയറുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, വീടിനൊന്നും കേൾക്കാനും പറ്റത്തില്ല. അപ്പോൾ മുകളിൽ പോയി നോക്കിയിട്ടൊക്കെ ആയിരുന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യമൊക്കെ നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞായിരുന്നു. നമ്മൾ വന്ന സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്, ഇത് നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മളാണ് പിന്നെ ആ വീട്ടിൽ എന്തുണ്ടെങ്കിലും ചെയ്യേണ്ടതെന്ന്. നമ്മൾ കയറിയിട്ട് 2 ദിവസം ആയപ്പം തന്നെ നമ്മൾ വിളിച്ച് ഇതുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെയാണ്, അതൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. നമ്മളായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണെങ്കിൽ നമ്മൾ ശരിയാക്കി കൊടുക്കുന്നതിന് ഒരു മടിയില്ല. നമ്മളിത് വന്നിട്ട് 2 ദിവസം പോലും ആവുന്നതിന് മുമ്പേ നമ്മൾ വന്ന് കയറിയപ്പോഴേ ഈ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ വിളിച്ച് പറഞ്ഞു, ഇതുകൊണ്ട് പിറ്റേന്ന് വിളിച്ച് പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ ഉണ്ട്, ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞത്. എന്നിട്ട് അവർ ഒന്ന് ശരിയാക്കാൻ വന്നപ്പോഴും ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ തന്നെ ആട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രശ്നം വരുമ്പോൾ ഞങ്ങൾക്കൊരു വല്ലാതെയായിരുന്നു. നമ്മളൊരു വീട് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ നീറ്റാക്കിയിട്ട് ഒന്ന് മാറ്റിയിട്ട് വേറൊരാൾക്ക് കൊടുക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ചെന്ന് കയറുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ പിന്നെയും നമുക്കന്നേരം ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഇത് എന്താണ് പ്രശ്നങ്ങളൊന്നും അറിയാതെ ചെന്ന് കയറുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർ നമ്മളോട് പറയുമ്പോൾ, ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ ഞങ്ങളോട് ആദ്യം പറയുന്ന കാര്യം, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിങ്ങൾ വേറെ വീട് നോക്കിക്കോ, ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്നായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്ത് കാര്യത്തിന് ഇവരെ വിളിച്ചാലും പറയുന്ന ഒരേ ഒരു കാര്യം ഇതായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊക്കോ, നിങ്ങൾ വേണമെങ്കിൽ വേറെ വീട് നോക്കി പൊക്കോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല,
ഇല്ല എന്ന് പറയുമായിരുന്നു. ശരിക്കും സങ്കടം വരുമായിരുന്നു. ആ സമയത്ത് കുഞ്ഞിന് വയ്യായികൊന്നും ഇല്ലായിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങിയാനെ. ആൾക്ക് ഈ പറയുന്ന പോലെ ഈ ഇത്രയും പോലും പറ്റത്തില്ലായിരുന്നു ആ ഒരു സമയത്ത്. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ജോലി കയറുന്ന സമയത്താണല്ലോ നമ്മൾ ഈ വീട്ടിലോട്ട് കയറുന്നതന്നെ. ആ സമയത്ത് കാലൊക്കെ നീര് കയറിയിട്ട് ഒട്ടും പറ്റത്തില്ല, ട്രാവലിംഗ് ആയാലും പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. ആ സമയത്ത് പിന്നെയും ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി വേറൊരിടത്ത് പോകുകയെന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന കാര്യമൊന്നും അല്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത് തന്നെ. അപ്പോൾ എനിക്ക് ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. 1 ഇയർ എങ്ങനെയെങ്കിലും തികച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാമെന്നും പറഞ്ഞായിരുന്നു. ആ ഒരു പുതുക്കുന്ന സമയമായപ്പം വീണ്ടും കുഞ്ഞിന് വയ്യാണ്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്കവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ മതി എന്നുള്ളൊരു ധാരണയായിരുന്നു മനസ്സിനകത്ത് മൊത്തം. മിക്ക ദിവസങ്ങളിലും അവിടെ പ്രശ്നങ്ങളായിരുന്നു. മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും ഉണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി എനിക്ക് വയ്യായിരുന്നു. പിന്നെ എലി ഒരു സൈഡിൽ തോണ്ടി ഞങ്ങൾ മണ്ണിട്ട് എനിക്ക് എന്നും നികത്തിയിടാനേ ഉള്ളായിരുന്നു സമയം. അതിലൂടെ ഇവിടെ ഉള്ളവരുടെ സംസാരം ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ പോട്ടെ, ഞങ്ങൾ അതൊക്കെ മറന്നായിരുന്നു. ഇനി നമ്മളൊന്നും പറയണ്ട അന്നും വിളിച്ച് മറന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ചാവി കൊടുക്കാൻ അവിടെ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ചാവിയുടെ ഒരെണ്ണയും ഞങ്ങൾക്ക് ആദ്യം തന്നിട്ടുള്ളായിരുന്നു. അതായത് ഒറ്റ ഒരെണ്ണയും തന്നിട്ടുള്ളായിരുന്നു. ഒരു ചാവി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവർ അന്ന് തന്നെ തിരിച്ച് കൊണ്ടുപോയായിരുന്നു. നമുക്ക് മുദ്രപത്രം നമ്മളുടെ എഴുതിച്ച് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോഴാണല്ലോ ചാവി തരുന്നത് ആ സമയത്ത്. അപ്പോൾ ആ പുള്ളിക്ക് അത് ഓർമ്മയേ ഇല്ല. നമ്മുടെ വീഡിയോസ് ആദ്യം ഞാൻ പറഞ്ഞു എടുത്ത് നോക്കൂ, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സാധനങ്ങളും ഞങ്ങൾ കയറിയപ്പം തൊട്ടുള്ള സംഭവങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് തൊട്ട് എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, നോക്കൂ എന്ന് പറയുമ്പോൾ ഈ പുള്ളി അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ ചാവി കൊണ്ടേ ഒളിപ്പിച്ച് വെച്ചിട്ട് അവർക്ക് കൊടുക്കാത്തത് നമുക്ക് എന്തിൻ്റെ ആവശ്യമാണ്? ആ ചാവി കൊണ്ട് ഞങ്ങൾക്ക് ഇനി എന്തോ ചെയ്യാനാണ്? ഇനി നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരില്ലാത്ത സമയത്ത് ചാവിയും കൊണ്ട് പോകുന്നുണ്ടോ? നമ്മളിനി അങ്ങോട്ട് പോകുകയേ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. എന്നിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു. എന്നിട്ട് അതിനകത്ത് ട്യൂബിൻ്റെ കാര്യമായിരുന്നു പിന്നെ അടുത്തത്. ഓരോന്നും ഇങ്ങനെ എണ്ണി പറയുമായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഒരെണ്ണം പോലും അതിനകത്ത് മാറ്റം വരുത്തിയിട്ടില്ല. അതിനകത്ത് ട്യൂബൊന്നും ഇല്ലായിരുന്നു, ബൾബ് മാത്രമേ ഉള്ളായിരുന്നു. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും, ബൾബ് മാത്രമാണ് കത്തിക്കിടന്നിരുന്നത്. ആ സമയത്ത് നമ്മൾ ആ ഒരു ബൾബൊക്കെ നമ്മൾ ഫ്യൂസ് ആവുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ബൾബ് ഊരുമ്പം തന്നെ ആ ബൾബ് കിടക്കുന്ന ആ ഒരു സാധനമില്ലേ, അത് ഒടിഞ്ഞ് വരും. ആ രീതിയിലുള്ള സാധനങ്ങളായിരുന്നു. ഞങ്ങൾക്ക് ഊരാൻ തന്നെ പേടിയായിരുന്നു. ഞങ്ങൾ അതൊക്കെ ഒടിഞ്ഞു പോയിട്ട് ഞങ്ങളത് പുതിയത് മാറ്റിയിട്ടിട്ടുണ്ട്. കാരണം അത്രയും ദ്രവിച്ചിരിക്കുകയാണ് അതിനകത്ത് ഓരോ സാധനങ്ങളും. എന്നിട്ട് അതൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടിട്ട് ഇവരെ നമ്മൾ അറിയിച്ചിട്ട് പോലും ഇല്ല. നമ്മളത് മാറ്റി പുതിയതാണ് മേടിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ട്യൂബ് എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾ ട്യൂബെല്ലാം ഇട്ട് കൊടുക്കണം, പിന്നെ ചാവി 2 എണ്ണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു. ആകെപ്പാടെ തന്നത് ഒരു ചാവിയാണ്. അതിനകത്ത് നമ്മളിനി രണ്ടാമത് അതിനകത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം നമുക്ക് കഷ്ടമുള്ള കാര്യമല്ലേ. നമ്മൾ ആ ചാവി വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ആ ചാവിയുടെ കാര്യം പറഞ്ഞാൽ അയാൾ ഞങ്ങളെ ഒരുമാതിരി സംസാരിച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയത് ആ ഒരു കാര്യമാണ്. നമ്മളെന്തോ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ട് അവർക്ക് കൊടുക്കാത്ത പോലെയൊക്കെയായിരുന്നു അവർ നമ്മളോട് സംസാരിച്ചത്. നമുക്ക് ആ ഒരു ചാവി ഒരെണ്ണമാണ് തന്നിരുന്നത് കയറിയ സമയത്ത്. ഒരെണ്ണം കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവർ അന്നേരം തന്നെ തിരിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ കുഞ്ഞിന് ഉള്ള സമയത്തൊക്കെ ഞാനും അവിടെ വേണമെന്നുണ്ട് നമ്മൾ വേറെ ജോലിക്കോ കാര്യങ്ങളൊന്നും പോകുന്നില്ലായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൻ ലീവ് എടുക്കും. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഒരാൾ വേണമെന്നുകൊണ്ട് ഞാൻ പോകുന്നതൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ തന്നെ ആയിരുന്നു ഇരിക്കുന്നത് തന്നെ. അപ്പോൾ എപ്പോഴും ഞാനുള്ളതുകൊണ്ട് പിന്നെ ഒരു ചാവിയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ചാവി വേണ്ടെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചാവി ചോദിച്ചാൽ നമ്മൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? ഞാൻ എന്നിട്ട് പറയുന്നത്, നിങ്ങൾ പഴയ വീഡിയോസ് കണ്ട് നോക്ക്. ഞങ്ങൾ കയറിയപ്പം തൊട്ടുള്ള വീഡിയോസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ലൈഫ് സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോസിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ചാവി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടൊക്കെയുള്ള രീതിയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളാണെങ്കിൽ കൊടുത്ത അഡ്വാൻസിൽ നിന്ന് 5000 രൂപ കുറച്ചാണ് ഞങ്ങൾക്ക് തന്നത്. എന്നിട്ട് ഈ 5000 നമ്മൾ അവിടെ ഇനി എന്തൊക്കെയുണ്ടെന്ന് നശിപ്പിച്ച് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആൾ പിടിച്ചിട്ടിരുന്നത്. നമ്മൾ അത്രയും സൂക്ഷിച്ച് നല്ല വൃത്തിക്ക് നമ്മൾ തിരിച്ച് വീട് കൊടുത്തിട്ട് ഇവർ നമ്മുടെ അടുത്ത് ഒരുമാതിരിയൊക്കെ സംസാരിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മോട്ടർ കംപ്ലൈൻ്റ് ആയിരുന്നു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. മോട്ടർ കംപ്ലൈൻ്റ് ആണ്, നിങ്ങൾ നശിപ്പിച്ചാണോ ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ എന്ത് ചെയ്ത് നശിപ്പിക്കാൻ? അത് വന്നപ്പം തൊട്ടേ അതിന് പ്രശ്നങ്ങളായിരുന്നു മോട്ടറിന്. അപ്പോൾ അന്ന് തന്നെ അവർ നശിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴേ അതിന് കംപ്ലൈൻ്റ് ആയപ്പോൾ അവർ കൊണ്ടുപോയിട്ട് അതിനകത്ത് എന്തോ മാറ്റി മാത്രം ഇട്ടിടിഞ്ഞ് കൊണ്ടുവന്നു. മൊത്തം അരഞ്ഞ് പോയിരുന്നൊരു സാധനമായിരുന്നു. എന്നിട്ട് അത് റിപ്പയർ ചെയ്ത് വെച്ചത്, അല്ലാതെ അവർ മാറ്റി തന്നതുപോലും ഇല്ല.
ഇല്ലായിരുന്നു. എന്നിട്ടാണ് നമ്മളടുത്ത് ഈ രീതിയിലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തത് തന്നെ. പിന്നെ പുള്ളി ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ഓണേഴ്സും ഇങ്ങനെയാണ് റെൻറ്റിന് നിൽക്കുന്നവരുടെ അടുത്ത് എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞിട്ടോ. നിങ്ങളൊക്കെ റെൻറ്റിന് നിൽക്കുന്നിടത്ത് ഓണേഴ്സൊക്കെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ആണോ അല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആൾ പറഞ്ഞു വെച്ചാൽ ദേഷ്യമൊന്നും മനസ്സിൽ വെക്കണ്ട, ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ, അല്ലാതെ ഒന്നും മനസ്സിൽ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ദേഷ്യം കൊണ്ട് നമ്മൾ വായി വരുന്നതൊക്കെ വിളിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. പിന്നെയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ. അതായത് നമുക്ക് ചുറ്റുവട്ടത്ത് നിന്നുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്, മോശമായിട്ടുള്ള അനുഭവങ്ങൾ. അത് ഞാൻ വേറെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇനിയും വീണ്ടും അത് പറയാൻ എനിക്ക് വേറെ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടൊക്കെയാണ് പറയാത്തത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ സംഭവം. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തിടിക്കാൻ ടാറ്റ, സീ യു.